الصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ ആണ് നമ്മൾ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ ആളുകളുടെ അഥവാ സ്വർഗം അനന്തരമെടുക്കുന്ന ആളുകളുടെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു അതിന്റെ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ചാരിത്ര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും അതിന്റെ പ്രാധാന്യവും അതിൽ വീഴ്ച വരുത്തിയാലുള്ള ദുനിയാവിലെയും ആഖിറത്തിലെയും ബർസഖിലെയും ഒക്കെ ശിക്ഷകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. والذين هم لأماناتهم وعهدهم راعون. والذين هم على صلواتهم يحافظون. والذين هم على صلواتهم يحافظون. ഇതിൽ വല്ലദീന ഹും ലിഅമാനാതിഹിം അവിടെ കസ്ലിയായി മധ്യേ ഉള്ളൂ, അധികം നീട്ടാനുള്ളതല്ല. അവിടെ അലമാനാതിഹിം എന്നുള്ളത് മണിക്കാൻ പാടില്ല. ലിഅമാനാതിഹിം എന്ന് മണിച്ചോതാൻ പാടില്ല. അവിടെ ഷഫി ഇൽഹാർ ചെയ്യണം. വല്ലദീന ഹും അവിടെയും ആ മീമിനെ വെളിവാക്കണം. ആ ലിഅമാനാതിഹിം എന്നുള്ളിടത്തും വെളിവാക്കി ഓതണം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം. ഐനാണ്, മറ്റത് ഹ ആണ്. വഅഹദിഹിം റാഊൻ. അവിടെ വഅഹദിഹിം റാഊൻ അവിടെ മണിക്കാൻ പാടില്ല. അവിടൊക്കെ മീമ് ഇൽഹാർ ഷഫിയായിട്ട് അവിടെ ശരിക്കും ഉച്ചരിച്ച് തന്നെ ഓതണം. വഅഹദിഹിം റാഊൻ. അതേപോലെ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം എന്നല്ല, സ്വലവാത്തിഹിം എന്നാണ്. ആദ്യത്തെ തുടക്കത്തിലുള്ള ആദ്യത്തിൽ സ്വലാത്തിഹിം എന്നാണ്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് ഓതേണ്ടത്. വല്ലദീന ഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ആയത്ത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. വിശ്വാസികളായ ആളുകളെ കുറിച്ച് അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരായിരിക്കും എന്ന് പറഞ്ഞു. സക്കാത്ത് കൊടുക്കുന്നവരാണ്. അതേപോലെ തന്നെ അവരുടെ ചാരിത്ര വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അത് പറഞ്ഞപ്പോ 3 ആയത്ത് പറഞ്ഞു. ബാക്കിയുള്ളൊക്കെ ഓരോ ആയത്താണ് വെച്ചിട്ട് സൗണ്ട് റെഡി ഇല്ല. ഓരോ ആയത്താണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചാരിത്ര വിശുദ്ധി സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ 3 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു.
പിന്നെ പറയാണ് വല്ലദീനഹും, അവർ ഒരു വിഭാഗം ആളുകളാണ്, ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകളെ സംബന്ധിച്ചും, അതേപോലെ തന്നെ വഅഹദിഹിം, അവരുടെ കരാറുകളെ സംബന്ധിച്ചും, റാഊൻ, അതിനെ പരിഗണിക്കുന്നവരാണ്, അതിനെ പൂർത്തിയാക്കുന്നവരാണ്. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കൊണ്ടും ഉണ്ടായിരിക്കേണ്ട നമസ്കാരം പോലെ തന്നെ സക്കാത്ത് പോലെ തന്നെ നിർബന്ധമായ, അതിന്റെ അത്ര ദർജല്ല ഉദ്ദേശിച്ച് നിർബന്ധം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അമാനത്തിനെ സൂക്ഷിക്കുക, കരാറുകളെ പാലിക്കുക. ഇന്ന് വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളമായിക്കൊണ്ട് ഇദാ ളുയിഅത്തിൽ അമാന ഫന്തദിരി സാഅ, അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വന്നാൽ നീ ഖിയാമത്ത് നാളിനെ സൂക്ഷിക്കണം, ഖിയാമത്ത് നാളിനെ കരുതണം, ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് അമാനത്തുകൾ നഷ്ടപ്പെടുക? ഇദാ ഉസ്ദിൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, ഒരു കാര്യം അതിന്റെ അഹ്ലുകാരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടാം. എന്നാൽ അയാൾ അത് ചെയ്യേണ്ട ആളല്ല, പക്ഷെ അയാളാണ് അത് ഏൽപ്പിച്ച്. എല്ലാ സർവ്വ മേഖലയിലും അതിന്റെ അഹ്ലുകാരല്ലാത്ത, ദീനിന്റെ മേഖലയാണെങ്കിൽ ദീനിന്റെ മേഖല അതിന് അർഹതയില്ലാത്ത ആളുകൾ ദീൻ കൈകാര്യം ചെയ്യുക. ഇനി ദുനിയാവിന്റെ വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിന്റെ അർഹരല്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്യാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ 3 തരം അമാനത്തുകളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഈ 3 അമാനത്തുകൾ നമ്മൾ സൂക്ഷിക്കണം. മുഫസ്സിരീങ്ങൾ പറയാണ്, ഒന്ന്, അൽ അമാനത്ത് ഫിൽ ഖുർആൻ കരീം അലാ സലാസത്തി ഔജുഹിൻ, 3 തരമാണ് അമാനത്തുകൾ, നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒന്ന്, അൽ ഫറായിദു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അമാനത്താണ്. കൂക്കൽ ഇപ്പോഴും ഉണ്ടല്ലോ സൗണ്ട്, അത് റെഡിയാക്കിയ സൗണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർബന്ധമായും നമ്മൾ പൂർത്തീകരിക്കും. ഇത് അള്ളാഹുവും നമ്മളും തമ്മിലൊരു അമാനത്താണ്. അപ്പൊ നിസ്കരിക്കാത്ത മനുഷ്യൻ അവൻ അള്ളാഹുവിനുള്ള അമാനത്തിൽ വീഴ്ച വരുത്തിയവനാണ്. കളവ് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിനുള്ള അമാനത്തിൽ വീഴ്ച വരുത്തിയവൻ. കാരണം സത്യം പറയണമെന്ന് അള്ളാഹ് പറഞ്ഞാണ്. അതേപോലെ തന്നെ തോന്നിവാസങ്ങൾ ചെയ്യുന്ന, കാണുന്ന, പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യന്മാർ അവർ അള്ളാഹുവിനോടുള്ള അമാനത്തിൽ വീഴ്ച വരുത്തിയവർ. അപ്പൊ അള്ളാഹുവിനുള്ള അമാനത്താണ് ഒന്നാമത്തെ. അതിനെന്താ തെളിവിയ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ-റസൂൽ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നിങ്ങൾ വിശ്വാസ വഞ്ചന കാണിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെ ചതിക്കരുത്. വതഖൂനു അമാനാതിക്കും, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും ചതിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അമാനത്തിന് വഞ്ചന കാണിച്ചവരാണ്, നിങ്ങൾ നിങ്ങളുടെ അമാനത്തിൽ വഞ്ചന കാണിച്ചവരാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നാമത് നിർവഹിക്കേണ്ട അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. എന്നാൽ അയാൾക്ക് നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും അതാത് കൃത്യമായ രൂപത്തിൽ അയാൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് അമാനത്തിന്റെ ഒന്നാമത്തെ രൂപം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ അമാനത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. വിശ്വാസികളായ ആളുകൾ എത്രത്തോളം ഈ അമാനത്തിൽ വീഴ്ച സത്യസന്ധത പുലർത്തുന്നു ചോദിച്ചാൽ മഹാഭൂരിപക്ഷം അതിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. നമുക്കറിയാലോ. ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേക്കാം. അതുപോലെ തന്നെ സക്കാത്ത് ആണെങ്കിലും നന്മകളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. രണ്ടാമത്തെ അമാനത്ത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അമാനത്ത് വദിയഅത്താണ്. വദിയഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുക. അത് പലതരത്തിലുണ്ടാകാം. സംഖ്യയാകാം, പൈസയാകാം, വസ്തുക്കളാകാം, അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാകാം, ഇനി എന്തും ആകാം. അപ്പൊ നമ്മൾ വിശ്വസിച്ചിട്ട് അള്ളൊരു നമ്മളെല്ലാരും ഒരു എന്താ പറയാ, നമ്മളെ ഒരു അമാനത്തേൽപ്പിച്ച് നമ്മളൊരു സ്ഥാനത്തിരുത്തി നമ്മളവർക്ക് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. വിശ്വാസികൾ ഒരു സ്ഥാനം നൽകി, അതിൽ ഒരു വസ്തു നൽകി, എന്ത് നൽകിയാലും ആ വസ്തു അത് നമ്മുടെ അമാനത്തിൽ അഥവാ നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാലത്തോളം അത് നമുക്ക് അമാനത്തുണ്ട്.
ആ അമാനത്തിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 58 ആയത്തിൽ പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളെ അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ വീട്ടണം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനന്തരാവകാശത്തിന്റെ വിഷയം, സമ്പത്ത് അത് വേഗം ഊരി വെച്ചതിന്റെ ആളുകൾക്ക് കൊടുക്കണം. അതിങ്ങനെ തെറ്റി കൊണ്ടാൻ പാടില്ല. കടം ഒരാൾ വാങ്ങിയാൽ ആ കടം വീട്ടാൻ അയാൾക്ക് കഴിവുണ്ട്, അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, മുമ്പ് കടം കൊടുക്കാനുണ്ട്. അതിങ്ങനെ മത്തുൽ ഖനിയ്യു ദുൽമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഖനിയായ മനുഷ്യൻ ആ കടം വീട്ടാൻ പിന്നെ ശേഷിയും കഴിവും ഉണ്ടായിട്ടും കടം വീട്ടാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും ദുൽമാണ്. ഇതൊക്കെ അമാനത്തിലുള്ള വീഴ്ച. ഇത് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള അമാനത്താണ്. വിശദമായിട്ട് പിന്നെ വിശദീകരിക്കാം. ഇതാണ് രണ്ടാമത്തെ അമാനത്ത് ഖുർആൻ പറഞ്ഞ്, മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള അമാനത്തുകൾ. ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും, ഓരോ മനുഷ്യരും ജീവിച്ചു വരുന്നത് ഈ അമാനത്തിലൂടെയാണ്. സ്വതം പറഞ്ഞ കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തി. എല്ലാവർക്കും അവനതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യക്കുണ്ട്, ഭർത്താവിനുണ്ട്, മക്കൾക്കുണ്ട്, പിതാവിനുണ്ട്, ഉമ്മക്കുണ്ട്, വാപ്പക്കുണ്ട്, അധ്യാപകനുണ്ട്, നേതാക്കന്മാർക്കുണ്ട്, അതുപോലെ തന്നെ പ്രജകൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അവരുടെ അമാനത്തുകളെ സംബന്ധിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. മൂന്നാമത്തെ എന്താ വെച്ചാൽ പിന്നെ അൽ ഇഫത്താണ്. അതായത് പിന്നെ നമ്മൾ ഒരു സംഗതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത കാര്യം പിന്നെ ഒരു വൃത്തിയായി, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുക. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യൽ അമീൻ. സൂറത്തുൽ ഖസസിൽ കാണല്ലോ. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് എത്തിയല്ലോ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് എത്തി. അവസാനം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കെത്തി. അവസാനം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കരാറുണ്ടാകാണ്. എന്താ കരാറ്? 8 വർഷക്കാലം ഇവിടെ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. ആ ജോലി ചെയ്താൽ ആ 8 വർഷത്തെ ജോലി മഹറായി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരും. എൻ്റെ ഒരു മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരും. അതേപോലെ തന്നെ പിന്നെ വേറെയും ചില സംഭവങ്ങൾ കാണാം. പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽക്കീസിന്റെ കൊട്ടാരം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞല്ലോ, ആരോടത് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഇഫ്രീത്തുൽ ജിന്ന് പറഞ്ഞു, ഞാനതിന് അമീനാണ്, ഞാൻ ഖവിയാണ്, ഞാനതിന് ശക്തിയുള്ളവനാണ്, അതുപോലെ തന്നെ ഞാൻ അതിന് അമാനത്തുള്ളവനാണ്. അമാനത്തുള്ള പറഞ്ഞാൽ ആ ഏറ്റെടുത്ത കാര്യം പിന്നെ പൂർണ്ണമായിക്കൊണ്ടും നിർവഹിക്കാൻ ശേഷിയുള്ളവനും ഞാൻ നിർവഹിക്കുന്നവനും ആകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 3 തരം അമാനത്തുകൾ. ഈ അമാനത്തുകൾ വിശ്വാസികളായ ആളുകൾ നിർബന്ധമായിക്കൊണ്ടും പിന്നെ പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. ഇത് പാലിക്കാതെ സൂക്ഷിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് അവർക്കെതിരായിരിക്കും. വല്ലദീനഹും ലിഅമാനാത്തി വഅദീമറം. ഇനി ഹദീസിൽ വന്നിട്ടുള്ള ചില സംഗതികൾ കൂടി ആ വിഷയത്തിൽ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇപ്പോൾ ഒരു വിശ്വാസി, ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായിട്ടുള്ള അമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത് എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലുള്ള അമാനത്താണ്. അതായത് ഒരു ഭർത്താവ് ഒരു ഭാര്യയായി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. അത് വൈവാഹിക ബന്ധത്തിലുള്ള അമാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ ഖുതുബയിൽ ഹജ്ജത്തുൽ വദാഇൽ പറയാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, നിങ്ങൾ അവരെ ഇണകളായി സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിനുള്ള അമാനത്ത് കാരണത്താണ്. അള്ളാഹുവുമായിട്ടുള്ള അമാനത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ ഇണകളായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് ദുനിയാവിൽ ഒരു മനുഷ്യനും തമ്മിലുള്ള അമാനത്തുകളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയം. അത് പല നിലക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ തമ്മിലെ രഹസ്യങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല.
അവർ തമ്മിൽ ന്യൂനതകൾ മറച്ചു വെക്കണം. അതുകൊണ്ടാണ് ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹും എന്നൊക്കെ അവർ പരസ്പരം ന്യൂനതകൾ മറച്ചു വെക്കണം. അതുപോലെ തന്നെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പരസ്യപ്പെടുത്താൻ പാടില്ല. അവിടെ സ്വകാര്യ സംഗതികളെ ഒരിക്കലും അങ്ങാടിയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ പറയാൻ പാടില്ല. ഇതൊക്കെ വലിയ അമാനത്താണ്. അത് വിശ്വാസം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകളെ ഫൈനക്കും അഹത്തുമുഹുന്ന ബി അമാനത്തില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അമാനത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, വൈന്നലക്കും അലൈഹിന്ന, ഇനി ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ അമാനത്ത് എന്താണ്? ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഹലാലല്ലാത്ത ഒരാളെ അവിടെ വീട്ടിലേക്കും അതുപോലെ തന്നെ വിരിപ്പിലേക്കും ക്ഷണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള തോന്നിവാസങ്ങളിൽ അവർ വിട്ടു നിൽക്കുക. ഇത് ഒരു വലിയ അമാനത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി മാത്രമല്ല, പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഈ ഫേവർ കറങ്ങൂലേ കണ്ടുതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു പക്ഷെ നമ്മൾ ഒരു നല്ല ഉത്തരവാദിത്വ നിർവഹണത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും ആളുകൾ ചിലപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങനെയല്ല ചെയ്യുക. പ്രവാചകന്റെ ഹദീസിൽ കാണാം, അദ്ദിൽ അമാനത്ത ഇലാ മൻ ഇത്തമനക വലാ തഖുൻ മൻ ഖാനക. ഇങ്ങനെയുണ്ട്. അതിന് ടൈം ഉണ്ടായിരുന്നു. അദ്ദിൽ അമാനത്ത് ഇലാ മൻ ഇത്തമനക, നിന്നെ അമീനായിക്കൊണ്ട് കണ്ട ആളുകളോട് നീ നിന്റെ അമാനത്തുകൾ നിർവഹിക്കണം. വലാ തഖുൻ മൻ ഖാനക, ഇനി നിന്നോട് ഇങ്ങോട്ട് ചതി കാണിച്ചു നോട്ടിക്കൊള്ളി. അതിപ്പോ നമ്മൾ അവൻ നന്നായി വിശ്വസിച്ച്, പക്ഷെ വിശ്വസിച്ച് അവൻ എന്ത് ചെയ്തു? നമ്മളെ പറ്റിച്ച്. ഇപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റിക്കുക എന്നുള്ളതൊന്നും ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരാളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ പറ്റിക്കാൻ നോക്കണ ആൾക്കാരാണ് അപ്പൊ നമ്മളെ ഖൗമിൽപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് വിശ്വാസം പറഞ്ഞ ആയത്തുൽ മുനാഫിഖി സലാസ്, 3 അടയാളങ്ങളാണ് കപടവിശ്വാസികൾക്കുള്ളത്. 4 പ്രവാചകന്റെ ഹദീസിൽ കാണാം, 4 കാന മുനാഫിഖൻ ഖാലിസ് എന്നാണ്, ഒറിജിനൽ പ്യൂർ മുനാഫിഖാണ്. അതിലൊന്ന് വിശ്വാസം പറഞ്ഞത് ഇതാ ഹദ്ദസ കദബ, നാവെടുത്താൽ കളവ പറയാ, നാവെടുത്താൽ കളവ് പറയും, സംസാരിച്ചാൽ കളവ് പറയും. കളവ് പറയാനേ സംസാരിക്കുള്ളൂ. പണ്ട് EMS ചോദിച്ചല്ലോ പത്രക്കാര്, EMS കുറച്ച് വിക്കുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വിക്കുണ്ടോ വെച്ച്, അല്ല സംസാരിക്കുമ്പോഴേ ഉള്ളു പറഞ്ഞു. അതുപോലെ ഇപ്പൊ സംസാരിക്കണമെന്ന് എന്തിനാ? നോണറിയാതെ എന്ത് പറഞ്ഞാലും കളവ്. അപ്പൊ ഈ പ്രത്യേകിച്ചും വിവാഹ ബ്രോക്കർമാര്, സ്ഥല ബ്രോക്കർമാര്, ഇനി മറ്റുള്ള കച്ചവടക്കാര്, ഞാൻ എല്ലാ കച്ചവടക്കാരിലും ഇട്ട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന തുജാറ യുബഅഥൂന യൗമൽ ഖിയാമത്തി ഫുജാറൻ ഇല്ലാ മൻ ബറ വസദഖ. റസൂലുള്ളാഹി പറഞ്ഞു, കച്ചവടക്കാർ പരലോകത്ത്, ഇത് പല കച്ചവടക്കാർ ഇരിക്കുന്നുണ്ട്, ഇത് റസൂലുള്ളാഹി പറഞ്ഞാട്ടോ, ഇന്ന തുജാർ യുബഅഥൂന യൗമൽ ഖിയാമത്തി ഫുജാറൻ, കച്ചവടക്കാർ നാളെ പരലോകത്ത് ഫാജിറുകളായി, തെമ്മാടികളായിക്കൊണ്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഇല്ലാ മൻ ബറ വസദഖ, തന്റെ കച്ചവടത്തിൽ നന്മ കാണിച്ചവരും സത്യം പറഞ്ഞവരും ഒഴികെ. കച്ചവടം നടക്കണമെങ്കിൽ ഇപ്പം മീൻ കച്ചവടക്കാരുണ്ടാവും, ഒരാഴ്ച ഇതപ്പൊ ഫ്രഷ് ബേപ്പർ ഇപ്പൊ പിടിച്ചോണ്ട് അങ്ങനെ കച്ചവടം. ഇല്ലാ മൻ ബറ വസദഖ, അപ്പൊ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുന്നവരില്ലെങ്കിൽ അവന് പരലോകത്ത് എന്തായിരിക്കും? നഷ്ടായിരിക്കും. അത് പ്രവാചകൻ പറയും, ഇതാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. അപ്പൊ നമ്മളെല്ലാവരും സൂക്ഷിക്കണം. വെച്ചാൽ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്നൽ കദിബ യഹ്ദിൽ ഫുജൂർ, കളവ് എന്ന് പറഞ്ഞാൽ അത് തോന്നിവാസത്തിലേക്ക് നയിക്കും. വൽ ഫുജൂർ തഹ്ദിൽ നാർ, ഫുജൂറുകൾ നരകത്തിലേക്ക് നയിക്കും. കളവിന്റെ പര്യവസാനം നരകമായിരിക്കും. അപ്പൊ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. പിന്നെ പ്രവാചകൻ മൂന്നാമത്തെ പറഞ്ഞ തുമിന ഖാന, നീ ഒരു മനുഷ്യന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ അവൻ വഞ്ചന കാണിക്കും.
ഇപ്പോ പിന്നെ എത്ര ആളുകളെ ഇപ്പൊ നമ്മളോടൊക്കെ പല അതായത് പിന്നെ ജോലിയിൽ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ പാർട്ട്ണർഷിപ്പ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ജോലി ഇങ്ങോട്ട് ചിലപ്പോൾ അറബികളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കും. ജോലി ഇങ്ങനെ നല്ല പച്ച പിടിച്ച് ഇങ്ങനെ വെണ്ണെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, മൂപ്പർക്ക് ഒരു ബോധ്യം ഇവനോട് വല്ലാണ്ട് ഒഴിവാക്കിയാലോ. അപ്പൊ എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് ആ പിന്നെ കച്ചവടം മൂപ്പര് സ്വന്താക്കും. എത്ര അനുഭവങ്ങൾ. 3 പ്രാവശ്യം അങ്ങനെ വഞ്ചിക്കപ്പെട്ട ഒരു സഹോദരൻ എനിക്കറിയാം. വലിയ സംഖ്യ, ഭീമമായ സംഖ്യ, എല്ലാം മാപ്പിളാര്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാല്, പ്രവാചകൻ പറഞ്ഞു ലായുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മറത്തൈൻ. ഒരു വട്ടം നമ്മൾ പറ്റിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കണം. ഇതിന് വിശ്വാസം പറഞ്ഞപ്പോ അറിയാം, പിന്നെ ബദർ യുദ്ധം പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ ഒരാൾ പിടിച്ചു, പേരിപ്പോ എനിക്ക് അമ്ര തോന്നുന്നുണ്ട്, അള്ളാഹു എനിക്ക് ഓർമ്മയില്ല. അയാൾ നല്ല വാക്ചാരുതയുള്ള ആളാണ്. അതേപോലെ തന്നെ പിന്നെ നല്ല സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് കവിതകളൊക്കെ പറയാറുണ്ട്. ആളെ ബദറിൽ പന്തിയെ പിടിച്ചു. അങ്ങനെ ഇയാളെ വാക്ചാരുതയിൽ മയങ്ങിയിട്ട് നബി എന്ത് ചെയ്തു, ഇയാള് ചെറിയ സംഗതി വിട്ട് വിട്ടയച്ചു. അപ്പൊ തന്നെ സഹാബത്ത് പറയുന്നുണ്ട്, നബി അവനെ വിടരുത്, ഒഞ്ഞു വരും, അവനെ തലർക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റസൂലുള്ളാഹിന്റെ മനസ്സെന്ന് പറഞ്ഞ ലോല മനസ്സാണല്ലോ, പ്രവചനം അയാൾ വിട്ടു. ഉഹുദ് യുദ്ധത്തിൽ വന്നു, ബന്ദികളായി പിടിച്ചപ്പോ ഇതേ ചെങ്ങായി രണ്ടാമതുണ്ട്. അപ്പോഴും ബദറിലെടുത്ത അതേ അടവ് പറ്റിയാണ്. എന്താ നബിങ്ങൾ അങ്ങനെയുള്ള ചിലക്ക് കള്ളന്മാരെ പിടിച്ചവരുടെ അതൊക്കെ അങ്ങോട്ട് എടുക്കാൻ തോന്നും. നമ്മുടെ നാട്ടിലെ കള്ളന്മാര് അവന്റെ ആ സംസാരങ്ങൾ കേട്ട നമ്മളെന്ത് ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ ഒരു വിശ്വാസി എന്ത് ചെയ്യൂല, പാമ്പ് കടിക്കൂല. എന്താ, ഒരിട്ടം ആകത്ത് പോയി കൈയിട്ട് കടിച്ച്, പിന്നെയോ കഴിയുമ്പോ ഒന്നാലേക്കും, പിന്നെയോ കഴിയിട്ടില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ കുറവുണ്ട് എന്നർത്ഥം. ഓനെ കഴിയിട്ടാൽ എന്നാൽ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ, സംസാരിക്കുമ്പോൾ കളവ് പറയുക എന്നത് കപട വിശ്വാസിയുടെ ലക്ഷണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. സംസാരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടപാടുകളിലും കച്ചവടങ്ങളിലും ഒന്നും കളവ് പറയുന്ന ആളുണ്ടാൻ പാടില്ല. ഇതിൽ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വം പോലും ഈ നിരസിച്ച അമാനത്താണ് വഹമലഹൽ ഇൻസാൻ, മനുഷ്യ ഏറ്റെടുത്ത്. പക്ഷെ അവൻ അങ്ങേയറ്റം ജാഹിലാണ്, നിഷേധിയാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാം. അപ്പൊ ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു എല്ലാവരും ഓരോ ഉത്തരം. ഇപ്പൊ നിങ്ങൾ ബാങ്ക് കൊടുത്തല്ലോ, പ്രവാചക ഒരു പള്ളിയിലെ മുഅദ്ദിനാണെങ്കിൽ അയാൾക്ക് അമാനത്തുണ്ട്. എന്താ അമാനത്ത്? കാരണം ഈ ആളുകളുടെ നമസ്കരിക്കാൻ സമയം തുടങ്ങുന്നത് അറിയിക്കുന്ന ആരാണ്? മുഅദ്ദിനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ മുഅദ്ദിൻ റസൂൽ പറയുന്നത് അൽ മുഅദ്ദിനു മുഅ്തമിനുൻ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അമാനത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവരാകുന്നു. ഇതേപോലെ തന്നെ പിതാവ് അമാനത്തുള്ളവനാണ്. മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ. ഉമ്മ അമാനത്തുള്ളവളാണ് മക്കളുടെ വിഷയത്തിൽ, ഭർത്താവിന്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ മക്കളും അമാനത്തുള്ളവരാണ്. കാരണം അവനവന്റെ ഓരോ കാലഘട്ടത്തിലും, ഇപ്പൊ പഠിക്കേണ്ട കാലാണെങ്കിൽ പഠിക്കണം, അധ്വാനിക്കേണ്ട കാലാണെങ്കിൽ അധ്വാനിക്കണം. ശരിയല്ലേ? അപ്പൊ ഞാൻ സർവതന്ത്ര സ്വതന്ത്രം നടന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവൻ്റെതായ അമാനത്തുകളുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ പോലെ മുഅദ്ദിനു മുഅ്തമിനുൻ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നവർ പോലും അമാനത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഏറ്റവും മോശമായ രീതിയിലുള്ള അമാനത്ത്, ഒരാൾ മനുഷ്യൻ
ആ അമാനത്തിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇന്ന മിൻ അഅ്ളമിൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ അർറജുലു യുഫ്ളി ഇലാ ഇംറഅതി വതഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഒരു മനുഷ്യൻ അഥവാ ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ രഹസ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അവർ തമ്മിലുള്ള രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്കുടെ മേൽ പറയാൻ പാടില്ല, മറ്റൊരാളോട് വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരലോകത്ത് ഏറ്റവും വലിയ അമാനത്തായിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുക. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകന്റെ ഹദീസിൽ കാണാം. അപ്പൊ രണ്ടാളുകൾ സംസാരിക്കണം. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് നമ്മളുടെ സ്വകാര്യം കേട്ടോ, ആരോടും പറയണ്ട, മണത്താട്ട. പിന്നെ ഒരു സ്വകാര്യം ഉണ്ട്, ആരോടും പറയണ്ട, ആരും പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഒരു 10 ആളെ ചോട്ടക്ക് എത്തിയിട്ടാവും അല്ലേ? അതാണ് ഇപ്പൊ നമ്മളെ അമാനത്ത് പറഞ്ഞത്. നീ ഒരു മനുഷ്യനോട് സംസാരിച്ചു, എന്നിട്ട് നീ പിന്നെ അവൻ തിരിഞ്ഞു കളഞ്ഞാൽ, അതായത് നീ സംസാരിക്കുമ്പോ ആ ഒരു മജ്ലിസിന് അമാനത്തുണ്ടല്ലോ, ഒരു സദസ്സിൽ അമാനത്തുണ്ട്. അപ്പൊ നമ്മൾ മീറ്റിംഗ് കൂടാണ്, ആ മീറ്റിംഗ് കൂടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ചിലപ്പം ഒരു വ്യക്തി മറ്റേ വേദിക്ക് സംസാരിച്ചിട്ടുണ്ടാവും, മീറ്റിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണ്, അത് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സംസാരങ്ങളും അവിടുത്തെ രഹസ്യ തീരുമാനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് പറയാൻ പാടില്ല. അത് അമാനത്താണ്. ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം നാട്ടിൽ പറയാൻ പാടില്ല. ഒരു സദസ്സിൽ നടക്കുന്ന കാര്യം, രണ്ടാളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരിഞ്ഞു പോയാൽ അവൻ അമീനാകണം, അമാനത്തുള്ളവനാണോ, ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതിൽ ആണുങ്ങളും വലിയ മോശമൊന്നുമില്ല, പെണ്ണുങ്ങളുടെ പറ്റ ഫ്ലോപ്പായില്ല. അതായത് പറയരുത്, രഹസ്യം തീരെ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് ആര്, പെണ്ണുങ്ങൾ. മനസ്സിലായില്ലേ? ആ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തില്ല, അങ്ങനെ തന്നെ ചരിത്രത്തിൽ മുഴുവൻ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതായത് പിന്നെ ഇല്ല മാഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരൊഴികെ. അപ്പൊ നല്ലോണം സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ അത് അതാണ് പറഞ്ഞ റസൂൽ പറഞ്ഞ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് ഒരിക്കൽ പോലും ഉണ്ടാകാൻ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരങ്ങൾ അതുണ്ടാകാൻ കടന്നു വരാൻ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇനി മാത്രമല്ല, പ്രവാചകന്റെ ഹദീസിൽ കാണാം, അൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസിയുടെ പിന്നെ നാവിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു വിശ്വാസികൾ അമാനത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരായിരിക്കണം. അൽ മുസ്ലിം ലിസാനിഹി വയദിഹി വൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. മറ്റുള്ളവന്റെ സമ്പത്തിനെ തൊട്ടും അവന്റെ പിന്നെ രക്തത്തെ തൊട്ടും ഒരു പൊരുത്തൻ നിർഭയനല്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കുക? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു വെക്കുകയാണ്. ജ്യേഷ്ഠൻ ഇപ്പൊ ഇവിടെ കണ്ടില്ല നിങ്ങള്, സ്വത്തർക്കത്തില് സ്വന്തം രക്തത്തിൽ പിറന്ന ആളാണ് വെട്ടിക്കൊന്ന്. മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത പാപ്പാര്, ബാപ്പാനെ വിശ്വസിക്കാൻ പറ്റാത്ത മക്കള്, ആങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത പെങ്ങള് വിശ്വസിക്കാൻ പറ്റാത്ത ആങ്ങളാര്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ലഹരി കൊടുത്തേക്കണത്. എവിടേക്ക്? ഗൾഫിക്ക്. ഇത് ഗുളികയാണ്, ഇത് മറ്റേ പൊതിയാണ്, അച്ചാറാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എയർപോർട്ടിൽ കൊടുക്കുക. ആരാ കൊടുത്തേച്ച്? സ്വന്തം രക്തത്തിൽ പിറന്നു തന്നെ. അപ്പൊ എന്താ വെച്ചാൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്ത് അതുകൊണ്ട് റസൂൽ പറയും, ഇതാ ളുയ്യത്തിൽ അമാന ഫന്തദിരിസ. അമാനത്ത് നഷ്ടപ്പെടുന്ന വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ
ഒരു പ്രാവശ്യം നമ്മൾ ചതിച്ച ഒരാളാണെങ്കിൽ പിന്നെ, അതായത് ഇപ്പൊ നമ്മള് ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മൾ ഒരാളുടെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നുകൂട്ടിക്കൂടി, അയാൾ നമ്മൾ നല്ലോണം പറ്റിച്ച്, പിന്നെ അയാൾ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഓജപ്പം സൊഫിൽ ഒന്നാമത്തെ സൊഫിലൊക്കെ പോയി തെക്കുബീർത്തിൽ വലിയ പോള് കിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? അയാളെ പറ്റി എന്തെന്നായിട്ട് എന്താ കാര്യം? ഒരു നമ്മുടെ അമാനത്ത്, നമ്മുടെ വിശ്വാസ്യത ഒരു പ്രാവശ്യം തകർന്നാൽ അത് തകർന്ന തന്നെ. പിന്നീട് അത് എത്ര അധ്വാനിച്ചാലും ചിലപ്പം എന്ത് ചെയ്യാൻ കഴിയില്ല, രണ്ടാമത് പുനർനിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കഥ. റസൂൽ പറഞ്ഞു, വൽ മുഅ്മിനു മൻ അമിനഹു നാസ് അലാ ദിമാഇഹിം വഅംവാലിഹിം, മറ്റൊരു മുഅ്മിന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ നമ്മളെ കുറിച്ച് നിർഭയനാകണം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹറമില് മക്കയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. ഹാജിമാരായ ആളുകൾക്ക്, അഥവാ മക്കയിലുള്ള ഒരു വീടിനും വാതിലുണ്ടാകാൻ പാടില്ല. വീട്ടിലെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിന് ഉദ്ദേശിച്ചില്ല, മൊത്തത്തിൽ വീടിന് വാതിലുണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വാതിൽ അടക്കാൻ പാടില്ല. കാരണം ഹജ്ജ് വരുന്ന ആർക്കും ആ വീട്ടിൽ താമസിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ആർക്കും താമസിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ ആദ്യ കാലത്തൊക്കെ അതായിരുന്നു നിയമം. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഒരുപാട് നാടുകളിലേക്ക് വികസിച്ചു. ആ വികസിച്ചപ്പോ പല ആളുകളും ഇസ്ലാമിനുള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. അപ്പം മക്കയിൽ നിന്ന് ചില മുതലുകൾ എന്ത് ചെയ്തു? കളവ് പോകാൻ തുടങ്ങി. അപ്പൊ ഇവര് ഖലീഫിന്റെ അടുത്ത് പരാതി വന്നു, ഞങ്ങൾ താമസം കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പറ്റിക്കിട്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അത്തരം ആളുകൾക്ക് താമസം കൊടുക്കണം, നിങ്ങൾക്ക് വീടിന് വാതിൽ വെച്ച് അടച്ചു വെക്കാം. അപ്പൊ നിങ്ങൾ അടച്ചു വെക്കണം. അപ്പൊ നമ്മൾ അതാണ് വിശ്വസിച്ചവരെ ചതിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും വലിയ ഖിയാനത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നല്ലോണം നടക്കുന്നുണ്ട്. ഇപ്പോ പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ പിന്നത് പറഞ്ഞല്ലോ, പ്രത്യേകിച്ചും ലൈംഗിക വിശുദ്ധിയുടെ രംഗത്ത് ഈ അമാനത്ത് വളരെയധികം ഫ്ലോപ്പാണ്. കാരണം ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന എവിടുന്നാണ്? സ്വന്തക്കാർ എന്ന് പറയുന്നവരിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം. കാരണം വെച്ചാൽ ഓനങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. അവസാനം എന്താ ഉണ്ടായത്? സ്വന്തം ആങ്ങളയിൽ നിന്ന് ഗർഭം ധരിച്ച പെങ്ങളുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആരെ വിശ്വസിക്കുക നമ്മൾ? അപ്പൊ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസ്യത നമ്മൾ നല്ലവണ്ണം കാത്ത് സൂക്ഷിക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് പിന്നെ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര പോകുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? അസ്തവദിഉല്ലാഹ ദീനക വ അമാനതിക വ ഖവാതിമ അമലിക. ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കാണ് നിന്റെ ദീനും നിന്റെ അമാനത്തിനെയും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനത്തെയും ഞാൻ ആരേൽപ്പിക്കാണ്? അസ്തവദിഉല്ലാഹ്. ഈ മൂന്ന് കാര്യങ്ങളും നഷ്ടപ്പെട്ടാൻ ഏറെ സാധ്യത ഉള്ളത് സമയമാണിത്, യാത്ര. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അൽ മുസാഫിറു ഷൈത്താൻ, അൽ മുസാഫിറാനി ഷൈത്താനാൻ, സലാസത്ത് മുസാഫിർ ഹുമുർ റക്കബു. ഒറ്റക്കൊരാൾ യാത്ര ചെയ്യുന്നവൻ, അവന്റെ കൂടെ ആരുണ്ടാവും? ഷൈത്താൻ ഉണ്ടാവും. രണ്ടാള് യാത്ര ചെയ്യുകയാണെങ്കിൽ അവന്റെ രണ്ടാളുടെയും കൂടെ ഷൈത്താൻ ഉണ്ടാവും. മൂന്നാള് യാത്ര ചെയ്യുകയാണെങ്കിൽ അതാണ് യാത്രാ സംഘം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, എമർജൻസി കേസ് വന്ന് അല്ലെങ്കിൽ വേറെ പിന്നെ ഒറ്റക്ക് പോകാൻ പാടില്ല എന്നല്ല. ഒറ്റക്ക് പോകുമ്പോൾ മൂന്നാള് പോകുന്നതിനേക്കാൾ രണ്ടിരട്ടി എന്ത് വേണം? ജാഗ്രത വേണം. രണ്ടാള് പോകുമ്പോൾ മൂന്നാള് പോകുന്നതിനേക്കാൾ ഒരിരട്ടി ജാഗ്രത വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. കാരണം എന്താ വെച്ചാൽ പടച്ചോനെ പേടിയുള്ള എത്ര ആൾക്കാരാണെങ്കിലും ഒരു വ്യക്തി ഒറ്റക്കാകുമ്പോൾ തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പിന്നെ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ അസ്തവദിഉല്ലാഹ ദീനക വ അമാനതിക വ ഖവാതിമ അമലിക എന്ന് അവന്റെ അമാനത്ത് കൂടി അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
അപ്പൊ ഇത് നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ട കാര്യം. അതാണ് വല്ലദീനഹും ലി അമാനാത്തിഹിം എന്ന് പറഞ്ഞ്. പിന്നെ അള്ളാഹ് പറഞ്ഞു വഅഹദിഹിം, അവർ അവരുടെ കരാറുകൾ പാലിക്കുന്നവരായിരിക്കും. കരാർ എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനൂന അലാ ശുറൂത്തിഹിം എന്ന് ഉസ്താദ് പറഞ്ഞു. വിശ്വാസികൾ അവരുടെ ഷർത്തുകൾ പാലിക്കണം. ഒരു ഇപ്പൊ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം തുടങ്ങുകയാണെങ്കിൽ ഒരു കരാർ ഉണ്ടെങ്കിൽ ആ കരാർ പാലിക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. ഞാൻ 2 സംഭവം പറയാം. അപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? നബിയും സഹാബത്തും മക്കയിൽ പോയി ഉംറ നിർവഹിച്ച് തല മൊട്ടയടിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം. അപ്പൊ ഈ സ്വപ്നം പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു. കാരണം നബിന്റെ ഒരു ചര്യയുണ്ട്. റസൂലുള്ളാഹിന്റെ ചര്യ എന്താ വെച്ചാൽ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരിക്കും ചിലപ്പോ. എന്നിട്ട് സഹാബത്തിന് വെച്ചു ഇന്നലെ ആരെങ്കിലും സ്വപ്നം കൊണ്ടുപോയിക്കും. ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? നമ്മളോട് പറയാൻ നമുക്ക് എന്താ പറയാ ഉണ്ടാകുക? നമുക്ക് നല്ല സ്വപ്നം ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇത് കാണാൻ വലിയ ബിൽഡിങ്ങിന്റെ വന്നു കൂടതോ അല്ലെങ്കിൽ പാറതൊക്കെ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹിന്റെ സഹാബത്തങ്ങൾ നബിനോട് പലരും ചിലപ്പോ നല്ല നല്ല സ്വപ്നങ്ങൾ പറയും. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം പറഞ്ഞിട്ടുണ്ട്. പാല് കൊടുത്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ, ഞാൻ പാലിങ്ങനെ കുടിക്കുന്നുണ്ട്, പാലിനകത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോരുന്നുണ്ട്. ഇന്നലെ കണ്ട സ്വപ്നം. പാലിങ്ങനെ കുടിക്കണം, അത് ദീനാണ്. ആ പാലെന്താണ്? ദീനാണ്. നബിന്റെ വ്യാഖ്യാനം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തോട് അല്ലെങ്കിൽ നബി അങ്ങോട്ട് കണ്ട സ്വപ്നം പറയും. അപ്പൊ നബി പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട എന്താണ്? നമ്മൾ മക്കയിൽ പോയി ഉംറ ചെയ്യുന്നു, എന്നിട്ട് തല മൊട്ടയടിക്കുന്നു, മുണ്ടനം ചെയ്യുന്നു. സഹാബത്തിനൊക്കെ സന്തോഷം. നബിന്റെ സ്വപ്നം വഹിയല്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? സഹാബത്തിനെയും കൂട്ടി ഉംറക്ക് പോകാൻ. ഉംറക്ക് പോകുമ്പോൾ നബിയും സഹാബത്തും മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞ് ഹുദൈബിയിൽ നബിനെ തടച്ചു. സംഭവം നമുക്കറിയാലോ. ഹുദൈബിയിൽ തടഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം വന്ന, യുദ്ധത്തിന് വേണ്ടി ഒന്നല്ല. പക്ഷെ എന്തായാലും സമ്മതിച്ചില്ല. അവസാനം ഹുദൈബിയിലെ വരെ പറഞ്ഞ് 10ഓളം കരാറുകൾ ഉണ്ടായി. 10 വർഷത്തെ യുദ്ധരഹിത കരാർ ഒപ്പുവെച്ചു. പല കാര്യങ്ങളും ഉണ്ടായി. ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വർഷം നിങ്ങൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം, അടുത്ത വർഷം ഉംറ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ഈ വർഷം പറയാൻ പാടില്ല. ഈ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവനെ മക്കയിലേക്ക് തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം വിട്ടുകൊണ്ട് മക്കയിലേക്ക് വന്നാൽ അവനെ തിരിച്ചയക്കൂല. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന് പിന്നെ ദ്രോഹകരമായിട്ടുള്ള, പ്രത്യക്ഷത്തിൽ ദ്രോഹകരം എന്ന ഇസ്ലാമിന് അനുകൂലമായ കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ച്, പ്രവാചകൻ എഴുതാൻ അറിയില്ലല്ലോ. ആരാ എഴുതുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുതുന്നത്. അപ്പൊ എഴുതുമ്പം പിന്നെ മുഹമ്മദ് പിന്നെ എന്താണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നെഴുതി അബൂ താലിബ്. മുശ്രിക്കുകൾ പറഞ്ഞ പറ്റൂല. മുഹമ്മദ് അള്ളാന്റെ റസൂലാന്ന് അംഗീകരിച്ച പിന്നെ നമ്മളിപ്പോ തർക്കണ്ടോ? മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നെഴുതണം. അലി അള്ളഹാന്ന് പറഞ്ഞു, ഞാൻ മയക്കൂലാർ. നബി മായച്ചു കൊടുത്തു. ഇതാണ് കരാർ എന്ന് പറഞ്ഞു. നബി കൈകൊണ്ടാണ് മായച്ച്. ഇത് അലി അള്ളഹാൻ മുഹമ്മദ് അബ്ദുല്ലാ എന്നെഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കരാർ തുടക്കത്തില് മക്കത്ത് മുശ്രിക്കർ ബിസ്മില്ല എഴുതിയ റഹ്മാൻ റഹീം വേണ്ട. അതിലുള്ളതാണ് ഞാൻ വായിക്കൂലാറ്. നബിയൻ വായിച്ചു. ഈ കരാർ ഒപ്പിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് ആര് വരുന്ന അറിയാം? ആര് വരുന്നേ? അബൂജന്തൽ റളിയല്ലാഹു അൻഹു. അബൂജന്തൽ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് യജമാനന്റെ അടുക്കൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് വരികയാണ് മുസ്ലിമായിട്ട്. നബിനെ കാണാൻ വേണ്ടി വരും. നബി മക്കൾക്ക് വരുന്നുണ്ട് നടന്നില്ല സന്തോഷിച്ചു. പക്ഷെ നബിനെ തടഞ്ഞു നടഞ്ഞപ്പം നബി എല്ലായിടത്തേക്ക് കാണാൻ വേണ്ടി വരിക. നബിന്റെ ഒപ്പം ഇസ്ലാമായി, നബിന്റെ കൂടെ കൂടാൻ വേണ്ടി. അബൂജന്തൽ റളിയല്ലാഹു അൻഹു എവിടുന്ന വരുന്നത്? മക്കയിൽ നിന്ന് വരുന്നത്. കരാറെന്താ? മക്കയിൽ നിന്ന് വന്ന ആളുകളെ തിരിച്ചയക്കണം. നബി എന്ത് ചെയ്ത്? അബൂജന്തൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, കരാർ എഴുതപ്പെട്ടു, ഇനി നിർവാഹമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സോടെ ഒരു മുസ്ലിമായി വന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? തിരിച്ചയക്കാം. പക്ഷെ അത് പിന്നീട് ഖൈറായി എന്നുള്ള വേറെ കാര്യം. കാരണം എന്താ വെച്ചാൽ ഇവര് അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി മക്കത്തിൽ നിന്ന് വന്നിരുന്നു. അവരൊക്കെ തിരിച്ചയച്ചപ്പോ ഇവര് ടീമായി എന്ന് മാത്രമല്ല, ഇവരെവിടെ പോയിച്ചാല് മക്കത്തെ മുശ്രിക്കീങ്ങള് ഷാമിലേക്ക് യാത്ര പോണ വഴിയിൽ പോയി ഇവർ തമ്പടിച്ച് ഈ മുശ്രിക്കീങ്ങൾ അങ്ങനെ അടങ്ങാറാക്കുമ്പോൾ മര്യാദക്ക് കച്ചവടം
നടത്താൻ പോലും സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ അവസാനം അവരൊക്കെ ആ കരാറിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥ വന്നു. അത് മുസ്ലിങ്ങൾക്ക് ഹൈറായി. എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ചെയ്തത്, അവരെ തിരിച്ചയച്ച്. ഇനി വേറെ സംഭവം കേട്ടോളി. നബി സല്ലല്ലാഹു ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മാ മനഅനി അൻ അഷ്ഹദ ബദറൻ ഇല്ലാ അന്നി ഖറജ്തു അന വ അബി ഹുസൈൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എൻ്റെ വാപ്പയും കൂടിയിട്ട്, പിന്നെ ഞാനും എൻ്റെ പിതാവും ബദറിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? അതായത് ഞങ്ങൾ രണ്ടുപേരും ഹിജ്റ പോരാണ്. ഹിജ്റ പോരുമ്പോ എന്ത് ചെയ്തു, മുശ്രിക്കുകൾ പിടിച്ചു. മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാണ്. രക്ഷപ്പെട്ടു പോരും മുശ്രിക്കുകൾ പിടിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, മാ നുരീദു ഇല്ലൽ മദീന, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്കല്ല പോണം, ഞങ്ങൾ മദീനയ്ക്കാ പോണം. അപ്പൊ അവര് പറഞ്ഞു, എങ്കിൽ ഇവിടുന്ന് പടച്ചോനെ സത്യം ചെയ്ത് കരാറ് ചെയ്യണം. എന്താ കരാറ്? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഇവിടുന്ന് കരാറ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു? ഈ കരാറ് ചെയ്തെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മദീനത്തേക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും കരാർ ചെയ്തു. അങ്ങനെ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, നബി ഞങ്ങൾ ഇങ്ങനെ ഒരു ഗത്യന്തരമില്ലാതെ ഈ മുശ്രിക്കിനോട് കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബദറിന്റെ വിളിവാളം വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞു, ഇൻസരിഫ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം, മാറിക്ക്. ആരുടെ കരാറ്? മുശ്രിക്കിനോടാണ് കരാറ്. ഒരു മുശ്രിക്കിനോട് കരാറ് വാങ്ങിച്ച് ആ കരാറ് അതും ഏത് സന്ദർഭത്തിൽ? ഒരു വളരെ നിർണായകമായ വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവര് വാങ്ങിയ കരാറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സരിഫ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം. മാത്രമല്ല, നഫീലഹും ബിഅഹദി വനസ്തഈനുല്ലാഹ അലൈഹി, നമ്മൾ അവരുടെ കരാർ പൂർത്തീകരിക്കും, അവർക്കെതിരെ നമ്മൾ അള്ളാഹുവിന്റെ സഹായം ചോദിക്കും. ഒരു മുശ്രിക്കിനോട് പോലും കരാറ് ചെയ്താൽ ആ കരാർ എഗ്രിമെന്റ് എന്ത് ചെയ്യണം, പാലിക്കണം എന്ന്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, മുസ്ലിമീങ്ങൾ പോലും എത്ര എഗ്രിമെന്റുകളും എത്ര കരാറുകളാണ് ലംഘിക്കണത്. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി മാത്രമല്ല, ഈ കരാർ ലംഘിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജൂതന്മാരുടെ സ്വഭാവമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള ജൂതന്മാരുമായിട്ട് റസൂൽ കരാറുണ്ടാക്കിയിരുന്നു. ഈ കരാർ എന്താ വെച്ചാൽ, അവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ സുരക്ഷയും അവിടുത്തെ മുസ്ലിമുകളുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്തിട്ടാണ് ജൂതന്മാരായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് ചിലപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ കരാർ ഏർപ്പെടേണ്ടി വരും. അപ്പൊ ആ കരാറ് പലപ്പോഴും എന്താ വെച്ചാൽ ജൂതന്മാരെന്ത് ചെയ്തു, ലംഘിക്കും. അപ്പൊ ബനൂ നദീർ ഗോത്രം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒന്നടങ്കം പിന്നെ മദീനത്തുനിന്ന് ഓരോ കുറ്റിയടക്കം റസൂല് പറപ്പിച്ച്. പക്ഷേ ബനൂ നദീർ ഗോത്രം റസൂലുള്ളാഹിയുമായിട്ട് കരാറുണ്ടായിരുന്നു. എന്താ കരാറെന്ന് ചോദിച്ചാൽ, മദീനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ ജൂതന്മാർ ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ അവർക്കെതിരെ സഹായിക്കും. മുസ്ലിമീങ്ങൾ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ജൂതന്മാർ മുസ്ലിമീങ്ങളെ സഹായിക്കണം. എന്താ കരാറ്? ജൂതന്മാരെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അവരെ സഹായിക്കും. അറിയുന്ന നാട്ടുകാരാണല്ലോ. ഇനി മുസ്ലിമീങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ജൂതന്മാർ ആരെ സഹായിക്കണം? മുസ്ലിമാക്കും. അങ്ങനെ അഹസാബ് യുദ്ധം ഉണ്ടാകണം. അഹസാബ് യുദ്ധം എന്ന് പറഞ്ഞെങ്കിൽ മദീനയെ, അതാണ് ഖന്തഖ് എന്ന് പറഞ്ഞത്. അഹസാബ് യുദ്ധം ഉണ്ടായപ്പം മദീനയിലെ സർവ്വ ജൂതന്മാരും റസൂലുള്ളാഹിനെ ചതിച്ചു. ചതിച്ചത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിചാരിച്ചു ഇതോടുകൂടി നബിന്റെ കഥ കഴിഞ്ഞ് മദീന അധികാരം നമുക്ക് കിട്ടിയതാണ്. നബിയും സഹാബത്തും അത്രയും പേടിച്ചും ചെയ്തിരുന്നു. അവിടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമാറവർ പേടിച്ചു പോയി എന്നൊക്കെ അതിന് പിന്നെ അള്ള പറഞ്ഞ ആ സംഭവം പിന്നെ ഈ അഹ്സാബ് യുദ്ധത്തെ പറ്റിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ നദീർ ഗോത്രത്തിലേക്ക് ആളെ പറഞ്ഞേക്കാം. ആളെ ഗോത്രത്തിലേക്ക് പറഞ്ഞു വെച്ചത് മാത്രമല്ല, അവിടെയുള്ള പുരുഷന്മാരെ മുഴുവനും പ്രവാചകൻ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു. മാത്രമല്ല, അവിടെയുള്ള മരങ്ങൾ, സാധാരണ പ്രവാചകൻ ഒരു യുദ്ധത്തിന് മരങ്ങൾ മുറിക്കാറില്ല.
ആ നാട്ടിൽ ചെന്നിട്ട് അവിടെ എല്ലാ കൃഷികളെയും പ്രവാചകൻ നശിപ്പിക്കാൻ പറഞ്ഞു. അവിടെ സ്ത്രീകളെ ബന്ദികളായി പിടിച്ചു എന്നാ പ്രവാചക ചരിത്രത്തിൽ ബനൂ നദീർ ഗോത്രത്തോട് ചെയ്ത അത്രയും ഒരു ക്രൂരത എന്ന് പറയാൻ പറ്റില്ല, ഒരു നടപടി പ്രവാചക ചരിത്രത്തിൽ വേറല്ല. ഇത് സാധാരണ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആണുങ്ങളെ കൊന്നും, അതുപോലെ തന്നെ മരം മുറിച്ചു. പ്രവാചകൻ എന്ത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഇതെന്തിനാ കൊന്ന്? ഈ പ്രവാചകൻ അപകടപ്പെടുമ്പോൾ പ്രവാചകനെ സംരക്ഷിക്കാമെന്ന് കരാറിൽ ഏർപ്പെട്ട ആളുകൾ ഈ നിർണായക സന്ദർഭത്തിൽ കരാർ ലംഘിച്ചു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ജസീറത്തുൽ അറബില് മുസ്ലിമീങ്ങളല്ലാത്ത പ്രത്യേകിച്ച് ജൂതന്മാരെന്താ നിർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ട്, പക്ഷെ നബിന്റെ ജീവിതകാലത്ത് റസൂലുള്ളാഹിക്ക് അത് പൂർണ്ണമായി സാധിച്ചില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ജസീറത്തുൽ അറബിൽ നിന്ന് മുസ്ലിം അല്ലാത്ത ജൂതന്മാരെ മുഴുവനായി പുറത്താക്കി. ആ ദേശം കൂടിയാണ് ആർക്ക്? ജൂതന്മാർക്ക് ഉമർ റളിയല്ലാഹുവിനോട്, മജൂസികൾക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് ആ മജൂസികൾപ്പെട്ട ആളാണ് ആരെ കൊന്നത്? ഉമർ റളിയല്ലാഹുവിനെ കൊന്നത്. ജൂതന്മാർക്കും ഉമർ റളിയല്ലാഹുവിന്റെ ദേശീയമാണ്, ഷിയാക്കൾക്കും ഉമർ റളിയല്ലാഹുവിന്റെ ദേശീയം. കാരണം ജൂതന്മാരുടെ സന്തതികളാണല്ലോ ആര്? ഷിയാക്കൾ. അപ്പൊ രണ്ടാളും ഒരേ മനസ്സായിരിക്കും. അപ്പൊ ഇതാണ് അവരുടെ കരാർ അവർ പാലിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കതാണ്, നമ്മുടെ അമാനത്തുകളും നമ്മുടെ കരാറുകളും വിശ്വാസികളായ ആളുകൾ പാലിക്കുന്നവരായിരിക്കും. അതാണ് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവർ അതിൽ കൃത്യമായിക്കൊണ്ട് പാലിക്കുന്നവരായിരിക്കും. പിന്നെ വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിദൂൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ചുരുക്കി പറയാം, അവർ അവിടെ നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്നവരായിരിക്കും. നിസ്കാരത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിഫ്ള് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സംരക്ഷിക്കാറെന്താ? ഒരു കാര്യം നമ്മൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണല്ലേ ഹിഫ്ള് അറിയാം അല്ലേ? ഹിഫ്ള് പറഞ്ഞാ ഒരു കാര്യത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, ഹിഫ്ള് അറിയാം. അപ്പൊ ആ ഹിഫ്ള് ചെയ്യുന്നവരായിരിക്കും. നിസ്കാരത്തെ ഹിഫ്ള് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ബേജാറുണ്ടാവണം. ഇപ്പൊ എന്താ വെച്ചാല് പലപ്പോഴും നമ്മുടെ ഉമ്മത്തിൽ പല ആളുകൾക്കും അങ്ങനെ ഒരു ബേജാറൊന്നുമില്ല, നിസ്കരിക്കുന്നില്ല ചില ആളുകൾ. മനസ്സിലായത്? അപ്പൊ നമ്മളെ കേരളത്തിൽ കുറച്ചൊക്കെ അൽഹംദുലില്ലാഹ് ആ വിഷയത്തിൽ കുറച്ചൊരു മെച്ചുണ്ട്. പക്ഷെ നമ്മുടെ തമിഴ്നാട് നിന്ന് കർണാടക വിട്ടാൽ പിന്നെ വലിയ വലിയ തൊപ്പി വെച്ച ആൾക്കാർ വരെ നിസ്കാരമുണ്ട്. മനസ്സിലായത്? അത് പറഞ്ഞെന്താ, വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോ 10 വിശേഷങ്ങൾ പറഞ്ഞപ്പോ 2 സ്ഥലത്ത് നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞു. ആദ്യത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞു, അവസാനത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് നബി പറഞ്ഞ പോലെ തന്നെ അൽ-അംറുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മുടെയും കാഫറിന്റെ ഇടയിൽ നിസ്കാരം തന്നെയാണ് വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ആ നമസ്കാരത്തെ അവർ സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെ ഈ 9 ആയത്തിലും പറഞ്ഞ വിശേഷണം പറഞ്ഞിട്ടാണ് പിന്നെ അള്ളാഹ് അവർക്ക് സ്വർഗ്ഗം തുടങ്ങിച്ച അള്ളാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു തെറ്റുകുറ്റവും അള്ളാഹു നമുക്കെല്ലാം പുറത്തിറക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.